ഹലോ വെൽക്കം ബാക്ക് ടു യമ്മി മലബാർ. ഇന്ന് ഞാൻ കുറച്ചധികം പേര് റിക്വസ്റ്റ് ചെയ്തിട്ടുള്ള ഒരു റെയിൻബോ കേക്കിൻ്റെ റെസിപ്പിയാണ് ചെയ്തെടുക്കുന്നത്. ഓവൻ ഇല്ലാതെ വളരെ ഈസി ആയിട്ട് തന്നെ ചെയ്തെടുക്കാം. ഇപ്പോൾ നമുക്ക് റെയിൻബോ കേക്ക് എന്ന് പറയുമ്പം ഒരുപാട് പണിയുള്ള പോലെയൊക്കെ തോന്നും, പക്ഷെ വളരെ പെട്ടെന്ന് തന്നെ നമുക്കത് ചെയ്തെടുക്കാനായിട്ട് പറ്റും. അപ്പോൾ ഞാൻ ചെയ്തെടുക്കുന്ന ഒരു രീതിയാണ് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത്. അത് ഏറ്റവും ഈസി ആയിട്ടുള്ള രീതിയാണെന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ നമ്മുടെ ഈ റെയിൻബോ കേക്ക് ചെയ്തെടുക്കാനായിട്ട് നമുക്ക് ആദ്യം ഡ്രൈ ഇൻഗ്രീഡിയൻസ് അരിച്ചെടുക്കണം. അപ്പോൾ അതിനായിട്ട് 1 കപ്പ് അളവിൽ മൈദ മാവ് ഒരു അരിപ്പയിലേക്ക് ഇട്ട് കൊടുക്കാം. അതിലേക്ക് 1 ടീസ്പൂൺ അളവിൽ ബേക്കിംഗ് പൗഡറും 1/4 ടീസ്പൂൺ അളവിൽ ബേക്കിംഗ് സോഡയും കൂടി ചേർത്തിട്ട് നന്നായിട്ട് അരിച്ചിട്ട് ഒരു സൈഡിലേക്ക് മാറ്റി വെക്കാം. ഞാനിപ്പോൾ വിസ്ക് വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്തിട്ട് മാറ്റി വെക്കുന്നുണ്ട്. അല്ലാന്നുണ്ടെങ്കിൽ 2-3 തവണ അരിച്ചെടുത്തിട്ട് നിങ്ങൾ മാറ്റി വെച്ചാൽ നന്നായിരിക്കും. ഞാനിപ്പോൾ ഇവിടെ 1 തവണ അരിച്ചെടുക്കുന്നുള്ളൂ. ശേഷം നമുക്കൊരു ബൗൾ എടുക്കുക. അതിലേക്ക് 3 മുട്ട എടുക്കണം. ഈ 3 മുട്ടയിലേക്ക് നമുക്ക് 1 ടീസ്പൂൺ അളവിൽ വാനില എസൻസും കൂടി ചേർത്തിട്ട് ബീറ്റ് ചെയ്തെടുക്കണം. അപ്പോൾ നമ്മൾ വാനില കേക്ക് തന്നെയാണ് ചെയ്തെടുക്കുന്നത്. അതിൽ നമ്മൾ റെയിൻബോ കേക്ക് ആകുമ്പോൾ കളർ വ്യത്യാസം മാത്രമേ ഉണ്ടാവുള്ളൂ. അപ്പോൾ നമ്മൾ 1 കിലോ വെയിറ്റ് വരുന്ന റെയിൻബോ കേക്കാണ് ചെയ്തെടുക്കുന്നത്. അപ്പോൾ വാനില എസൻസും കൂടി ചേർത്ത് കൊടുത്തു കഴിഞ്ഞാൽ കുറച്ച് നേരം നമുക്കിതൊന്ന് മിക്സ് ആകുന്ന വരെ ഒന്ന് ബീറ്റ് ചെയ്തെടുക്കാം. ജസ്റ്റ് ഒന്ന് ബീറ്റായി വന്നാൽ ഇതിലേക്ക് പൊടിച്ച് പഞ്ചസാര ചേർത്തിട്ട് നല്ല ഫ്ലഫി ആയിട്ട് വരുന്നത് വരെ വീണ്ടും ബീറ്റ് ചെയ്തെടുക്കണം. അപ്പോൾ ഞാനിവിടെ 1/4 കപ്പ് അളവിൽ പഞ്ചസാര ഒരു മിക്സിയുടെ ജാറിലിട്ട് പൊടിച്ചെടുത്തതാണ്. ഇനിയിപ്പോൾ നിങ്ങൾ പൊടിക്കാത്ത പഞ്ചസാരയാണ് എടുക്കുന്നതെങ്കിൽ 1/4 കപ്പ് ഡയറക്റ്റ് ചേർത്ത് കൊടുക്കുക. അപ്പോൾ നമ്മൾ 1/4 കപ്പ് പഞ്ചസാര പൊടിച്ചെടുത്ത് കഴിഞ്ഞാൽ ഏകദേശം 1 കപ്പോളം പൊടിച്ച പഞ്ചസാര നമുക്ക് കിട്ടും. അപ്പോൾ അതുകൊണ്ടാണ് 1/4 കപ്പ് പഞ്ചസാര പൊടിച്ചെടുക്കാനായിട്ട് പറയുന്നത്. കുറേശ്ശെയായിട്ട് പഞ്ചസാര ചേർത്തിട്ട് നല്ല ക്രീമി ആയിട്ട് വരുന്നത് വരെ ബീറ്റ് ചെയ്തെടുക്കാം. അപ്പോൾ 1 kg കേക്ക് ചെയ്തെടുക്കാനായിട്ട് 4 മുട്ട വേണ്ടേ എന്നൊക്കെ കമൻറ്റിൽ ചോദിച്ചിട്ടുണ്ടായിരുന്നു. വലിയ സൈസിലുള്ള മുട്ടയാണെങ്കിൽ 3 എടുത്താൽ മതിയാകും. ഇപ്പോൾ മീഡിയം സൈസിൽ അല്ലെങ്കിൽ ചെറിയ സൈസിലൊക്കെ ആണെങ്കിൽ 4 മുട്ട വേണ്ടി വരും. അപ്പോൾ നിങ്ങൾക്ക് ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് 4 മുട്ട ചേർക്കാവുന്നതാണ്. അത് നിങ്ങൾ കേക്ക് റെസിപ്പീസ് ഒരുപാട് ട്രൈ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആ കേക്കിൻ്റെ ബാറ്ററിൻ്റെ ആ ഒരു കൺസിസ്റ്റൻസിയും എല്ലാം നിങ്ങൾക്ക് മനസ്സിലാകും. അപ്പോൾ നിങ്ങൾ ഞാനിപ്പോൾ മെയിനായിട്ട് നിങ്ങളോട് ഇൻഗ്രീഡിയൻസ് പറയുന്നുണ്ടെങ്കിലും അവസാനം ഞാൻ കാണിക്കുന്ന കേക്കിൻ്റെ ബാറ്ററിൻ്റെ ആ ഒരു കൺസിസ്റ്റൻസി നിങ്ങൾ ശ്രദ്ധിക്കുക. അപ്പോൾ തന്നെ നിങ്ങൾക്ക് പെർഫെക്റ്റായിട്ട് കേക്ക് ബേക്ക് ചെയ്തെടുക്കാനായിട്ട് പറ്റും. അപ്പോൾ മുട്ടയും പഞ്ചസാരയും ഇവിടെ നന്നായിട്ട് ബീറ്റായി വന്നിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് ഓയിൽ ചേർത്ത് കൊടുക്കണം. 1/4 കപ്പ് അളവിൽ സൺഫ്ലവർ ഓയിൽ ഞാൻ ഇതിലേക്ക് ചേർക്കുന്നുണ്ട്. സൺഫ്ലവർ ഓയിൽ അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ബട്ടർ മെൽറ്റ് ചെയ്തും ചേർത്ത് കൊടുക്കാം. വെളിച്ചെണ്ണയോ ഒലിവ് ഓയിലോ അങ്ങനെയുള്ള ഫ്ലേവേർഡ് ആയിട്ടുള്ള ഒരു ഓയിലും കേക്ക് ഉണ്ടാക്കുമ്പോൾ യൂസ് ചെയ്യാനായിട്ട് പാടില്ല. ഓയിൽ ചേർത്ത് കൊടുത്തതിന് ശേഷം ലോ സ്പീഡിൽ വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് അതൊന്ന് മിക്സായി വരുന്നത് വരെ ബീറ്റ് ചെയ്തെടുക്കാം. അപ്പോൾ നിങ്ങൾ ഈ മുട്ടയും പഞ്ചസാരയും ബീറ്റായി വന്നത് കണ്ടില്ലേ? എത്ര ക്രീമി ആയിട്ടാണ് നമുക്ക് വന്നിട്ടുള്ളത്. ഇങ്ങനെ ഇത്രയും ക്രീമി ആയിട്ട് വന്നു കഴിഞ്ഞാൽ മുട്ടയുടെ സ്മെല്ല് ഒട്ടും തന്നെ നമ്മുടെ കേക്കിൽ വരാതിരിക്കാനും അതുപോലെ തന്നെ കേക്ക് നന്നായിട്ട് പൊങ്ങി വന്ന് നല്ല സോഫ്റ്റായി വരാനും നമ്മളിങ്ങനെ ചെയ്തെടുക്കുമ്പം ഹെൽപ്പ് ചെയ്യും. ഇനിയിപ്പോൾ ഇത് ഇത്രയും മതി. ഇനി നമുക്ക് നേരത്തെ അരിച്ച് മാറ്റി വെച്ച ഡ്രൈ ഇൻഗ്രീഡിയൻസ് ഇതിലേക്ക് കുറേശ്ശെ ആയിട്ട് ചേർത്തിട്ട് നമുക്ക് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ ഒരു വെയിറ്റ് കുറഞ്ഞൊരു സ്പാച്ചിൽ വെച്ചിട്ട് മിക്സ് ചെയ്തെടുക്കുക. ഇപ്പോൾ നമ്മൾ ബീറ്റർ വെച്ചിട്ട് തന്നെ മിക്സ് ചെയ്തെടുക്കുകയാണെങ്കിൽ ഇത് നമ്മൾ ക്രിയേറ്റ് ചെയ്ത് വെച്ച ഈ ഒരു ഫോം ഉണ്ടല്ലോ അതങ്ങ് താഴ്ന്നു പോകും. അപ്പോൾ നമുക്ക് നമ്മുടെ കേക്ക് ഇത്തിരി ഹാർഡായിട്ടാവും കിട്ടുക. അതിൻ്റെ ടെക്സ്ചർ അത്ര പെർഫെക്റ്റ് ആയിരിക്കില്ല. അപ്പോൾ ഒരു സ്പാച്ചുല വെച്ചിട്ട് തന്നെ മിക്സ് ചെയ്തെടുക്കാനായിട്ട് ശ്രദ്ധിക്കുക. അപ്പോൾ നമ്മുടെ ബാറ്റർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഇതിലേക്ക് ഒരു 3 ടേബിൾ സ്പൂൺ അളവിൽ വെള്ളം കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. വെള്ളത്തിന് പകരം പാലും വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം. അത് ഈ വീഡിയോയിൽ ഇൻക്ലൂഡ് ചെയ്യാൻ മറന്നു പോയതാണ്. കണ്ടില്ലേ? ഇതാണ് നമ്മുടെ ബാറ്ററിൻ്റെ കറക്റ്റ് ആയിട്ടുള്ള പരുവം. ഈ ഒരു പരുവം നിങ്ങൾ മനസ്സിൽ വെച്ചാൽ മതി. അപ്പോൾ നമുക്ക് പെർഫെക്റ്റ് ആയിട്ടുള്ള കേക്ക് ബേക്ക് ചെയ്തെടുക്കാനായിട്ട് പറ്റും. അപ്പോൾ നിങ്ങൾക്ക് നല്ല തിക്കായിട്ടാണ് കിട്ടുന്നതെങ്കിൽ അതിന് പകരം വെള്ളമോ അല്ലെങ്കിൽ പാലോ ചേർത്ത് കൊടുക്കാനായിട്ട് ശ്രദ്ധിക്കുക. റൂം ടെമ്പറേച്ചറിലുള്ള പാലാണെങ്കിലും വെള്ളമാണെങ്കിലും ചേർത്ത് കൊടുക്കുക. ഞാനിവിടെ 3 ടേബിൾ സ്പൂൺ അളവിൽ വെള്ളം ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ബാറ്റർ 6 ബൗളിലാക്കിയിട്ട് ഡിവൈഡ് ചെയ്യണം. ഒരേ അളവിൽ തന്നെ ചെയ്തെടുക്കാനായിട്ട് ശ്രദ്ധിക്കുക. അപ്പോൾ ഞാനിവിടെ 6 ബൗളിലാക്കിയിട്ട് നമ്മുടെ ബാറ്റർ മാറ്റിയെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് കളേഴ്സ് ചേർത്ത് കൊടുക്കാം. അപ്പോൾ നിങ്ങൾക്ക് അവൈലബിൾ ആയിട്ടുള്ള കളർ ചേർത്ത് കൊടുക്കാം. കറക്റ്റ് നമ്മൾ റെയിൻബോൻ്റെ കളർ തന്നെ വേണമെന്നില്ല. ഞാനിപ്പോൾ ഇവിടെ റെയിൻബോളിൻ്റെ കളേഴ്സ് 7 കളേഴ്സ് ഉണ്ടെങ്കിൽ അത്രയും നല്ലതാണ്. പക്ഷെ ഞാനിപ്പോൾ ഇവിടെ 6 ബാറ്ററായിട്ടാണ് മാറ്റുന്നത്. കാരണം 7 കളേഴ്സാക്കി മാറ്റുമ്പം നമ്മുടെ ബാറ്റർ തികയില്ല. അപ്പോൾ 1 kgയുടെ മുകളിൽ വരും നമ്മുടെ കേക്കിൻ്റെ വെയിറ്റ്. അപ്പോൾ 1 kg കറക്റ്റ് 1 kg ആണ് വേണ്ടതെങ്കിൽ നിങ്ങൾ ഇതേപോലെ ചെയ്തെടുക്കേണ്ടി വരും. 6 കളേഴ്സേ നമുക്ക് കിട്ടുള്ളൂ. അപ്പോൾ ഫസ്റ്റ് കളർ ഞാൻ യെല്ലോ മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്.
സെക്കൻഡ് കളറായിട്ട് റെഡ് കളറ് മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഇവിടെ യൂസ് ചെയ്തിട്ടുള്ളത് ഷെഫ് മാസ്റ്ററിൻ്റെ റെഡ് കളറാണ്. പിന്നെ യെല്ലോ കളർ യൂസ് ചെയ്തിട്ടുള്ളത് ഷുഗറിൻ്റെ ഗോൾഡൻ യെല്ലോ കളറാണ്. അപ്പോൾ ഫുഡ് കളറിൽ ഏറ്റവും നല്ല എനിക്ക് യൂസ് ചെയ്തിട്ട് നല്ല ബ്രാൻഡായിട്ട് തോന്നിയിട്ടുള്ളത് മാജിക് കളേഴ്സ്, ഷെഫ് മാസ്റ്ററിൻ്റെ, പിന്നെ ഷുഗറിൻ്റെ. ഈ 3 ബ്രാൻഡും നല്ല ബ്രാൻഡാണ്. ഇനി അടുത്തതായിട്ട് മൂന്നാമത്തെ കളറ് ബ്ലൂ കളർ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ 2 ടൈപ്പ് ബ്ലൂ കളർ യൂസ് ചെയ്യുന്നുണ്ട് ഇവിടെ. ഒന്ന് റോയൽ ബ്ലൂവും പിന്നെ അതുപോലെ തന്നെ ഒന്ന് സാധാ സ്കൈ ബ്ലൂവും യൂസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ എല്ലാ കളറും ഇവിടെ റെഡി ആയിട്ടുണ്ട്. ബാറ്റർ ഇവിടെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ബേക്ക് ചെയ്യാനായിട്ട് തുടങ്ങാം. അപ്പോൾ ഞാനിവിടെ 5 ഇഞ്ചിൻ്റെ കേക്ക് ടിന്നാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ നമ്മൾ ടോൾ കേക്ക് പോലെയാണ് ചെയ്തെടുക്കുന്നത്. അപ്പോൾ കേക്ക് ടിന്നിൻ്റെ ചുറ്റിലും ഓയിൽ ബ്രഷ് ചെയ്ത് കൊടുത്തതിന് ശേഷം ബട്ടർ പേപ്പർ വെച്ച് കൊടുക്കുന്നുണ്ട്. ബട്ടർ പേപ്പർ നിർബന്ധമാണ്, കാരണം ഇത് പെട്ടെന്ന് അടിക്ക് പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ബട്ടർ പേപ്പർ വെച്ച് കൊടുക്കുന്നത്. അതുമാത്രമല്ല, നമുക്ക് പെട്ടെന്ന് തന്നെ ചൂടോടെ തന്നെ നമുക്കിത് മാറ്റിയെടുക്കണം അടുത്ത കേക്ക് ബേക്ക് ചെയ്യാനായിട്ട്. അപ്പോൾ ബട്ടർ പേപ്പർ ഈ റെയിൻബോ കേക്ക് ചെയ്തെടുക്കുമ്പോൾ നിർബന്ധമാണ്. ബാറ്റർ ഒഴിച്ചു കൊടുത്തിട്ട് ടാപ്പ് ചെയ്തിട്ട് നമുക്ക് പ്രീ ഹീറ്റ് ചെയ്ത പാനിൽ വെച്ചിട്ട് ബേക്ക് ചെയ്തെടുക്കാം. അപ്പോൾ ഞാൻ ഇതേപോലുള്ള ഫ്രൈയിങ് പാനിലാണ് വെച്ച് കൊടുത്തിട്ടുള്ളത്. അതിൽ ഡയറക്റ്റായിട്ട് കണ്ടില്ലേ, നമ്മുടെ കേക്ക് ടീനെ ഇറക്കി വെച്ച് കൊടുത്തതിന് ശേഷം ആണ് ബേക്ക് ചെയ്തെടുക്കുന്നത്. കറക്റ്റ് ഒരു 3 മിനിറ്റ് ആകുമ്പോഴേക്കും നമ്മുടെ കേക്ക് ഇവിടെ ബേക്കായിട്ട് വന്നിട്ടുണ്ടാകും. എന്നിട്ട് നമുക്ക് ആ ചൂടോടെ തന്നെ കേക്ക് ടീനിൽ നിന്ന് ഇത് മാറ്റിയെടുക്കാം. അതിനാണ് ഞാൻ ബട്ടർ പേപ്പർ വെച്ച് കൊടുക്കാനായിട്ട് പറയുന്നത്. ഒരു സ്റ്റിക്കോ സ്ക്യൂറോ വെച്ചിട്ട് നമുക്കൊന്ന് ആദ്യം കുത്തി നോക്കാം. അപ്പോൾ അത് ക്ലീൻ ആയിട്ടാണ് വരുന്നതെങ്കിൽ കേക്ക് ബേക്കായി എന്നാണ് അർത്ഥം. അപ്പോൾ നമ്മുടെ ഫസ്റ്റ് കേക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇതേപോലെ തന്നെ നമുക്ക് ബാക്കിയുള്ള കേക്കെല്ലാം അങ്ങ് ചെയ്തെടുക്കാം. അപ്പോൾ ഇതേ ബട്ടർ പേപ്പർ ഉണ്ടായതുകൊണ്ട് നമുക്ക് പെട്ടെന്ന് തന്നെ നമുക്ക് ഈ പാനിൽ നിന്ന് എടുത്തങ്ങ് മാറ്റാനായിട്ട് പറ്റും. എന്നിട്ട് നമ്മുടെ ടിന്നിൻ്റെ ചൂടൊന്നും മാറാനായിട്ട് വെയിറ്റ് ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല. നമുക്കതിൽ വീണ്ടും ഒരല്പം ഓയിൽ ഗ്രീസ് ചെയ്ത് കൊടുത്തതിന് ശേഷം അടുത്ത ബട്ടർ പേപ്പർ വെച്ചിട്ട് അടുത്ത കേക്ക് ബാറ്ററും കൂടി ഒഴിച്ച് കൊടുത്തതിന് ശേഷം നേരത്തെ നമ്മൾ ബേക്ക് ചെയ്തതുപോലെ തന്നെ നമുക്ക് അതൊന്ന് ബേക്ക് ചെയ്തെടുക്കാം. മാക്സിമം 3 മിനിറ്റ് മതി. ഒരു 2 മിനിറ്റ് കഴിഞ്ഞാൽ നിങ്ങളൊന്ന് തുറന്ന് നോക്കുക. എന്നിട്ട് ബേക്ക് ആയിട്ടില്ലെങ്കിൽ 1 മിനിറ്റ് കൂടി വെച്ച് കൊടുക്കാം. അപ്പോൾ നമ്മൾ ഒരു കേക്ക് എടുത്തതിന് ശേഷം അടുത്ത കേക്ക് നമ്മൾ സെറ്റ് ചെയ്യുമ്പോഴേക്കും മറ്റ് കേക്ക് റെഡി ആയിട്ടുണ്ടാകും. അപ്പോൾ എൻ്റെ കയ്യിൽ 2 കേക്ക് ടിൻ ഉണ്ടായതുകൊണ്ടാണ് ഇത്രയും പെട്ടെന്ന് കഴിഞ്ഞിട്ടുള്ളത്. ഇനിയിപ്പോൾ നിങ്ങളുടെ കയ്യിൽ ഒരു കേക്ക് ടിൻ ആണെങ്കിലും കുഴപ്പമില്ല. അപ്പോൾ നിങ്ങൾക്ക് കണ്ടപ്പോൾ മനസ്സിലായില്ലേ, പെട്ടെന്ന് തന്നെ നമുക്ക് ഇത് ബേക്കായിട്ട് കിട്ടുന്നുണ്ട്. അപ്പോൾ കേക്ക് ബേക്ക് ചെയ്തെടുത്തതിന് ശേഷം നമുക്ക് ഇതിൻ്റെ സൈഡിലോ അല്ലെങ്കിൽ അടിവശത്ത് ഇതേപോലെ നമുക്ക് ചെറുതായിട്ട് ഒരു ബ്രൗൺ കളറായിട്ട് കിട്ടും. അപ്പോൾ അത് നമുക്ക് വേണ്ട എങ്കിൽ ഇതേപോലെ കൈ വെച്ചിട്ടൊന്ന് റബ്ബ് ചെയ്ത് കൊടുത്താൽ നമുക്കത് ക്ലീനായിട്ട് കിട്ടും. ഇങ്ങനെ ചെയ്യണമെന്ന് നിർബന്ധമൊന്നുമില്ല, പക്ഷെ ഒന്നും കൂടെ നീറ്റായിട്ട് കിട്ടണമെങ്കിൽ ഇതേപോലെ ചെയ്തെടുത്താൽ നന്നായിരിക്കും. അപ്പോൾ ഇത് നമ്മുടെ കേക്കെല്ലാം ഇവിടെ റെഡി ആയിട്ടുണ്ട്. ചൂടെല്ലാം മുഴുവനായിട്ട് മാറിയിട്ടുണ്ട്. ഇനി നമ്മളിത് ലെയർ ചെയ്തെടുക്കേണ്ട ആവശ്യമില്ല. ഇനി നമുക്ക് നമ്മുടെ കേക്കെല്ലാം ഒന്ന് അസംബിൾ ചെയ്ത് എടുക്കാം. അപ്പോൾ നിങ്ങൾക്കിത് കണ്ടാൽ തന്നെ മനസ്സിലാകും എത്രമാത്രം സോഫ്റ്റ് ആയിട്ടും പെർഫെക്റ്റ് ആയിട്ടാണ് നമുക്കിത് കിട്ടിയതെന്ന്. അപ്പോൾ നമ്മുടെ കേക്ക് അസംബിൾ ചെയ്തെടുക്കാനായിട്ട് നമുക്ക് ആദ്യം ക്രീം റെഡിയാക്കി എടുക്കണം. അപ്പോൾ നമ്മുടെ ഈ റെയിൻബോ കേക്ക് ചെയ്തെടുക്കാനായിട്ട് 1.25 കപ്പ് അളവിൽ വിപ്പിംഗ് ക്രീം എടുത്തിട്ടുണ്ട്. ഫിയോണ ക്രീമാണ് എടുത്തിട്ടുള്ളത്. അതൊന്ന് നമുക്ക് ബീറ്റ് ചെയ്തെടുക്കണം. ക്രീം ഇവിടെ ബീറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് കേക്ക് അസംബിൾ ചെയ്ത് തുടങ്ങാം. ഫസ്റ്റ് ലെയർ വെച്ച് കൊടുക്കാം. അപ്പോൾ ഫസ്റ്റ് ലെയറായിട്ട് ഗ്രേപ്പ് കളർ വെച്ച് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഷുഗർ സിറപ്പ് കൊണ്ട് വെറ്റ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഷുഗർ സിറപ്പായിട്ട് യൂസ് ചെയ്തിട്ടുള്ളത് 1 കപ്പ് വെള്ളവും 1/2 കപ്പ് പഞ്ചസാരയും കൂടിയിട്ട് നന്നായിട്ട് തിളപ്പിച്ചെടുക്കുക. ശേഷം അത് ചൂടൊക്കെ മാറിയതിന് ശേഷമാണ് നമ്മൾ കേക്കിൽ വെറ്റ് ചെയ്ത് കൊടുക്കേണ്ടത്. ഫസ്റ്റ് ലെയർ വെറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിന് മുകളിലായിട്ട് ക്രീം സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. അങ്ങനെ ഓരോ ലെയർ കേക്കും നമുക്ക് ഇതേപോലെ അങ്ങ് ചെയ്തെടുക്കാം.
അപ്പോൾ വിബ്ജിയോർ എന്ന് പറഞ്ഞ ആ ഒരു ഓർഡറിലാണ് ഞാൻ കേക്ക് വെച്ച് കൊടുക്കുന്നത്. ഇതിൽ നമ്മൾ യൂസ് ചെയ്യാത്ത കളർ ഏതാണെന്ന് വെച്ചാൽ ഓറഞ്ചാണ്. ഓറഞ്ച് കളർ നമ്മൾ സ്കിപ്പ് ചെയ്തിട്ടുണ്ട്. ബാക്കി 6 കളേഴ്സും നമ്മൾ യൂസ് ചെയ്തിട്ടുണ്ട്. അപ്പം വയലറ്റ് കഴിഞ്ഞാൽ പിന്നെ ഇൻഡിഗോ ആണ് വെക്കേണ്ടത്. അപ്പോൾ ഇൻഡിഗോ കളർ നമ്മൾ റോയൽ ബ്ലൂ വെച്ചിട്ടാണ് ചെയ്തിട്ടുള്ളത്. വേറൊരു ബ്ലൂ കളറാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത്, അത് വെച്ച് കൊടുക്കാം. എന്നിട്ട് നമുക്ക് ഷുഗർ സിറപ്പ് കൊണ്ട് വെറ്റ് ചെയ്ത് കൊടുക്കാം, ക്രീം സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. അങ്ങനെ ഞാൻ ഈ കേക്ക് മുഴുവനും ഒന്ന് ലെയർ ചെയ്തെടുത്തിട്ട് വരാം. ഇപ്പോൾ ക്രം കോട്ടിങ് ഇവിടെ കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് ഒരു 10 മിനിറ്റെങ്കിലും ഇത് ഫ്രിഡ്ജിൽ സെറ്റ് ചെയ്യാൻ വേണ്ടി വെക്കാം. എന്നിട്ട് നമുക്ക് ബാക്കിയുള്ള ഡെക്കറേഷൻ അങ്ങ് ചെയ്തെടുക്കാം. അപ്പോൾ ആ സമയം കൊണ്ട് നമുക്ക് 4 കളേഴ്സിലുള്ള ക്രീം ആക്കി എടുക്കണം. അപ്പോൾ നമ്മുടെ ബാക്കി വന്ന ക്രീം ഞാനിവിടെ 4 പാർട്സ് ആക്കി മാറ്റിയിട്ടുണ്ട്. അതിൽ യെല്ലോയും ഗ്രീനും ബ്ലൂവും റെഡും ആണ് ഞാൻ മിക്സ് ചെയ്തിട്ടുള്ളത്. എന്നിട്ട് അത് പൈപ്പിംഗ് ബാഗിലാക്കി മാറ്റിയിട്ടുണ്ട്. എന്നിട്ട് നമ്മുടെ കേക്ക് ഫ്രിഡ്ജിൽ നിന്ന് പുറത്തേക്ക് വെക്കാം. എന്നിട്ട് നമുക്കത് ഡെക്കറേറ്റ് ചെയ്ത് തുടങ്ങാം. അപ്പോൾ ഞാൻ ചെയ്യുന്നത് പൈപ്പിംഗ് ബാഗിൽ ഇതേപോലെ ആക്കിയതിന് ശേഷം ഇങ്ങനെ ലൈൻ ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ എല്ലാ കളേഴ്സും ഇതേപോലെ ഇടവിട്ടിട്ട് ആക്കി കൊടുത്തതിന് ശേഷം മുകളിലായിട്ട് ഞാൻ യെല്ലോ കളറാണ് ആക്കി കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ആദ്യം നമുക്ക് ടോപ്പ് പോർഷൻ തന്നെ ഒന്ന് നീറ്റാക്കി എടുക്കാം. അതിനുശേഷം നമുക്ക് സൈഡിൽ ഇതേപോലെ അങ്ങ് ചെയ്തെടുക്കണം. അപ്പോൾ നമുക്ക് ഈ കളേഴ്സ് അങ്ങോട്ടും ഇങ്ങോട്ടും മിക്സ് ആവാതെ കിട്ടാനായിട്ട് ഞാൻ ചെയ്യുന്ന പോലെ ഈ ഒരു ടിപ്പ് നിങ്ങൾ യൂസ് ചെയ്യണം. അതായത് നമ്മുടെ പാലറ്റ് നൈഫ് സ്ട്രെയിറ്റ് ആയിട്ട് വെച്ചതിന് ശേഷം ഒറ്റ തവണ അങ്ങ് വൈപ്പ് ചെയ്തെടുക്കാം. അങ്ങോട്ടും ഇങ്ങോട്ടും നമ്മൾ സാധാരണ ഐസിങ് ചെയ്യുന്ന പോലെ ചെയ്യാതെ ഒറ്റ തവണയായിട്ട് അങ്ങ് ഇതേപോലെ അങ്ങ് വൈപ്പ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് പെർഫെക്റ്റ് ആയിട്ട് നല്ലൊരു ഡിസൈനായിട്ട് നമുക്ക് കിട്ടും. അപ്പോൾ നമ്മുടെ കേക്ക് ഇവിടെ ഷേപ്പ് ചെയ്തെടുത്തതിന് ശേഷം ഫ്രിഡ്ജിൽ വീണ്ടും വെക്കുകയാണ്. ഫ്രിഡ്ജിൽ വെച്ച് നന്നായിട്ട് തണുപ്പിച്ചെടുത്തതിന് ശേഷം നമുക്കിതിൻ്റെ മുകളിലേക്ക് ചോക്ലേറ്റ് ഗനാഷ് ഒഴിച്ചു കൊടുക്കണം. അപ്പോൾ നമ്മളിവിടെ 1/4 കപ്പ് അളവിൽ വൈറ്റ് ചോക്ലേറ്റും 1/4 കപ്പ് അളവിൽ വിപ്പിംഗ് ക്രീമും എടുത്തിട്ട് തയ്യാറാക്കിയ ചോക്ലേറ്റ് ഗനാഷാണിത്. ചോക്ലേറ്റ് ഗനാഷ് ചെയ്തെടുക്കുന്ന വീഡിയോ ഓൾറെഡി ചെയ്തിട്ടുണ്ട്, നിങ്ങളതൊന്ന് പോയിട്ട് കണ്ടു നോക്കിയാൽ മതി. അപ്പം നമ്മൾ കേക്ക് നന്നായിട്ട് തണുപ്പിച്ചെടുത്തതിന് ശേഷം മാത്രമേ നമ്മൾ ചോക്ലേറ്റ് ഗനാഷ് ഇതിൻ്റെ മുകളിലേക്ക് ഡ്രിപ്പ് ചെയ്ത് കൊടുക്കാനായിട്ട് പാടുള്ളൂ. എന്നാലാണ് നമുക്ക് കറക്റ്റായിട്ട് ആ ഒരു ഭംഗിയിൽ ഡ്രിപ്പിങ് നമുക്ക് കിട്ടുള്ളൂ. അപ്പോൾ ചിലവർ ഈ ചോക്ലേറ്റ് ഗനാഷ് ഒഴിക്കുമ്പം ഇങ്ങനെ ആകെ ഒലിച്ചിറങ്ങിയ പോലെയൊക്കെ ആകാറുണ്ട്. അപ്പോൾ ഇതേപോലുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് ശ്രദ്ധിച്ച് കഴിഞ്ഞാൽ നല്ല പെർഫെക്റ്റ് ആയിട്ട് ചെയ്തെടുക്കാനായിട്ട് പറ്റും. മെയിനായിട്ട് എന്താണ് വേണ്ടതെന്ന് വെച്ചാൽ കേക്ക് നന്നായിട്ട് തണുപ്പുണ്ടായിരിക്കണം. പിന്നെ നമ്മൾ എടുക്കുന്ന ഈ ചോക്ലേറ്റിൻ്റെയും പിന്നെ ക്രീമിൻ്റെയും മെഷർമെൻറ്റും കറക്റ്റ് ആയിരിക്കണം. എന്നാൽ മാത്രമേ നമുക്ക് പെർഫെക്റ്റ് ആയിട്ട് ഡ്രിപ്പ് ചെയ്തെടുക്കാനായിട്ട് പറ്റുള്ളൂ. ഒരു പാലറ്റ് നൈഫ് വെച്ചിട്ട് ഇതിന് സൈഡിലേക്ക് പതിയെ അങ്ങ് ആക്കി കൊടുക്കാം. ക്രീമിൽ മിക്സ് ആവരുത്, പതിയെ അങ്ങ് ടച്ച് ചെയ്ത് കൊടുത്താൽ മതി. എന്നിട്ട് നമ്മുടെ ആ പൈപ്പിംഗ് ബാഗ് വെച്ചിട്ട് നമുക്ക് ഇതേപോലെ സൈഡിൽ അങ്ങ് ഡ്രിപ്പ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ കേക്ക് ഇവിടെ ഡ്രിപ്പ് ചെയ്ത് കൊടുത്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് ബാക്കിയുള്ള ഡെക്കറേഷൻ അങ്ങ് ചെയ്തെടുക്കാം. അപ്പോൾ ബാക്കി വന്ന ക്രീം എല്ലാം കൂടി ഞാനൊരു പൈപ്പിംഗ് ബാഗിലാക്കി എടുത്തിട്ടുണ്ട്. അതാണ് നമ്മൾ ഇതിന് സൈഡിൽ ബോർഡറായിട്ട് മുകളിൽ നമ്മൾ ഒരു ഫ്ലവർ പോലെയൊക്കെ ചെയ്തെടുക്കുന്നത്. അപ്പോൾ ഇതാണ് നമ്മുടെ കേക്കിൻ്റെ ഫൈനൽ ലുക്ക് വന്നിട്ട്. നല്ല ക്യൂട്ടായിട്ടുള്ള നമ്മുടെ റെയിൻബോ കേക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഈ വീഡിയോ കണ്ടപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായല്ലോ എത്ര ഈസി ആയിട്ടാണ് നമുക്ക് ഈ ഒരു കേക്ക് ചെയ്തെടുക്കാൻ പറ്റുന്നതെന്ന്. വളരെ അട്രാക്റ്റീവ് ആയിട്ടുള്ള വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു കേക്കാണിത്. ബർത്ത്ഡേക്കൊക്കെ നമുക്ക് ചെയ്തെടുക്കാൻ പറ്റിയ ഒരു അടിപൊളി കേക്ക്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ട്രൈ ചെയ്തിട്ട് ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കരുത്. അപ്പോൾ വീഡിയോ ഇഷ്ടമായാൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. പിന്നെ ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. താങ്ക്